ഹലോ മൈ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ പ്രാവശ്യത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള തൊഴിൽ വീതിയിലുള്ള തൊഴിൽ സംബന്ധമായിട്ടുള്ള കുറച്ച് അപ്ഡേഷൻസ് ആണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ജൂലൈ മാസം 31-നാണ് നിലവിലുള്ള LDCയുടെ ലിസ്റ്റ് അവസാനിച്ച് ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ് പുതിയ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പൊ ഇതുവരെ 1186 നിയമന ശുപാർശയാണ് ലഭിച്ചത്. ഇനി കിട്ടാനുള്ളവർ 12,332 പേരാണ് പറ്റുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. വിവിധ വകുപ്പിൽ LD ക്ലർക്കിൽ റാങ്ക് ലിസ്റ്റിൽ ജൂലൈ 31-ന് ലിസ്റ്റ് റദ്ദാകുന്നു. 14 ജില്ലകളിലുമായിട്ട് 3 വർഷം കാലാവധി പൂർത്തിയാക്കി. ഏകദേശം എത്ര പെർസെൻറ്റേജ്? 47% നിയമന ശുപാർശ മാത്രമാണ് നടന്നത്. 23,518 പേരുണ്ടായിരുന്നു ലാസ്റ്റ് ലിസ്റ്റില്. 11,186 പേർക്കാണ് നിയമന ശുപാർശ ഇതുവരെ ലഭിച്ചത്. ഇനി ഇത്രയും പേർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ട്. ആകെ നിയമന ശുപാർശയിൽ എത്ര എണ്ണം? ഈ 2,310 NJD ആണ് വന്നിരിക്കുന്നത്. യഥാർത്ഥ നിയമനം 8,876 മാത്രമാണ് ലഭിച്ചിരുന്നത്. മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 12,069 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ടൈമില്. ഇനിയും ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ജില്ലയിലാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 11,189 ആണ്. കുറവ് 362 വയനാട്ടിലാണ് കുറവ് നിയമനങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഇനി തിരുവനന്തപുരത്തും എറണാകുളത്തും തൃശ്ശൂർ ജില്ലകളിലും 1000 കടന്നിട്ടുണ്ട് ലാസ്റ്റ് ടൈമിലെ LDC എന്ന് പറഞ്ഞിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ ആണ് കാസർഗോഡ് ജില്ലകളിൽ വയനാട് കാസർഗോഡ് ജില്ലകളിൽ 500-ൽ താഴെയാണ് നിയമന ശുപാർശ. മുൻ റാങ്ക് ലിസ്റ്റിൽ തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ 1000-ലധികം നിയമന ശുപാർശകൾ ലഭിച്ചിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ 26 പേർക്കും വയനാട് ജില്ലയിൽ 4 പേർക്കും മുൻ ലിസ്റ്റിനേക്കാൾ കൂടുതൽ നിയമന ശുപാർശ ഇത്തവണ ലഭിച്ചിട്ടുണ്ട്. പുതിയ ലിസ്റ്റ് തയ്യാറാകുന്നുണ്ട്. ഓൾറെഡി എല്ലാ കാര്യങ്ങളും ഫെബ്രുവരിയിൽ സാധ്യതാ ലിസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. 20,728 പേരാണ് സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ LDCയുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇത് ഓഗസ്റ്റ് മാസം 1-ാം തീയതി പബ്ലിഷ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓൾറെഡി നമ്മുടെ വേരിയസിന്റെ LGSന്റെ കാര്യങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്കിലേക്ക് എന്ത് പബ്ലിഷ് ആവും? LDCയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആവും. അടുത്ത് നമുക്ക് പുതിയൊരു അപ്ഡേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കമ്പനി ബോർഡ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് 147 ഒഴിവുകളോടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. KSFE, വാട്ടർ അതോറിറ്റി, ബെപ്കോ എന്നിവ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ് ഒഴിവ് റിപ്പോർട്ട് ചെയ്തത്. ഏറ്റവും കൂടുതൽ ഒഴിവ് KSFE-യിലാണ് 56. കുറവ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്സ് ആണ്. ഷിപ്സ് ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ 147 ഒഴിവിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് അറിയേണ്ടവർ. ഇനി ഇതുവരെ എത്ര ശുപാർശ ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2,207 ശുപാർശകളാണ് ലാസ്റ്റ് ഗ്രേഡ് സർവീസുമായി ബന്ധപ്പെട്ട് ലഭിച്ചത്. ഇതുവരെ നിയമന ശുപാർശ ഓപ്പൺ മെറിറ്റില് 1,816 മെയിനകത്തുനിന്ന് 1,712 ഫീമെയിൽ ആണ്. പിന്നെ ഓരോ നിങ്ങളുടെ അതനുസരിച്ച് SC ST മുസ്ലിം ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓരോ കാറ്റഗറിയുടേതും എവിടം വരെ ആയിട്ടുണ്ട് എന്നിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്നതാണ്. ഇനി 45 ഒഴിവുകൾ കൂടെയുണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിരിക്കും. ഇപ്പൊ ഏറ്റവും കൂടുതൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്ന 2 ജോബ്സ് ആണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റും അതുപോലെ തന്നെ കമ്പനി ബോർഡ് OA എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതുവരെ കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഡിഗ്രി ലെവൽ എക്സാംസ് ആണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റേത് ഡിഗ്രിക്കാർക്കും എഴുതാൻ പറ്റുന്ന OA ആണ്, അല്ലെങ്കിൽ LGS ആണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് കമ്പനി ബോർഡ് LGS. അപ്പൊ അതൊക്കെ ലാർജ് വേക്കൻസി വരും. കാരണം NJD ആയിട്ടാണ് കുറേയധികം റിപ്പോർട്ട് ചെയ്തിരുന്നത്. ആൾക്കാരൊക്കെ വേറെ വേറെ നല്ല ജോലികൾ കിട്ടി പോകുമ്പോൾ ഇതൊന്നും ഒഴിവാക്കും. അതുകൊണ്ടാണ്. ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഫാമിംഗ് കോർപ്പറേഷൻ, അതായത് 45 ഒഴിവുകൾ ഇതിനകത്ത് നോക്കിയാൽ മതി ഏതൊക്കെ രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്താണ് ഇതുവരെ 721 നിയമന ശുപാർശ വന്നിരിക്കുന്നത്. കമ്പനി ബോർഡ് അസിസ്റ്റന്റില് 721 പേർക്ക് ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചു. കണ്ടോ, അതിനകത്ത് 639 ഒഴിവും NJD ആണ്. അതുകൊണ്ടാണ് അവിടെ കൂടുതലായിട്ടും ഇങ്ങനെ ആൾക്കാർ എടുക്കുമെന്ന് പറഞ്ഞത്. 639 NJD ആണ്. ഓപ്പൺ മെറിറ്റിൽ എത്ര വന്നിരിക്കുന്നുണ്ടോ? 726 ഉണ്ട്. ഈഴവ 718. അപ്പൊ അതും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ളവർക്കാണെങ്കിലും ജോലി കിട്ടണം എന്നിട്ടുള്ളവർക്കും ഇത് ഫസ്റ്റ് ഒരു ചാൻസ്, അതായത് ഇച്ചിരി കട്ടി കുറവുള്ള പരീക്ഷയാണ് കമ്പനി OAയും അതുപോലെ തന്നെ കമ്പനിയുടെ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സാധാരണ ഡിഗ്രി ലെവൽ എക്സാംസിനേക്കാളും നോർമൽ വേരിയസിനേക്കാളും ഒക്കെ കുറച്ചുകൂടെ ടൈറ്റ് കുറവായിട്ടുള്ളതും ആൾക്കാർ അവിടെ നിൽക്കത്തുമില്ല. NJD കൂടുതൽ വരികയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ് താല്പര്യമുള്ളവർക്ക്. അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള അപ്ഡേഷൻസ് എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ ഉണ്ടായിരിക്കും. ഇന്ന് തൊഴിൽ വേദിയുടെ അപ്ഡേഷനാണ് നമ്മൾ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.